ഒരു വെന്റിലേഷന്, നമ്മുടെ ടോയ്ലറ്റിൻ്റെ സീറ്റ്, അതുപോലെ തന്നെ ഒരു വാഷ് ബേസിന് ഡോറ്. അപ്പോൾ നമ്മുടെ ടൂളിൽ സ്കെച്ച് ട്രെൻഡർ എന്നുള്ള ടൂൾ എടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ടോയ്ലറ്റിൻ്റെ ഡിസൈനാണെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് വേണ്ടത് എന്താ, ഇവിടെ ഒരു വെന്റിലേഷന്, ഷവർ, സീറ്റ്, വാഷ് ബേസിൻ, ടോയ്ലറ്റുള്ള ഇവിടെ ഡോർ വരുന്ന ഒരു ടോയ്ലറ്റാണ്. അപ്പോൾ ഞാനിവിടെ പോയിട്ട് 3D റിയലിസ്റ്റിക് ടോയ്ലറ്റ് റൂം, ഇത്രയുള്ള ഞാൻ എഴുതുള്ളത്. 3D റിയലിസ്റ്റിക് ടോയ്ലറ്റ് റൂം എന്ന് ഞാനിവിടെ ജസ്റ്റ് കൊടുക്കുന്നു. എനിക്ക് പ്രോംപ്റ്റ് എഴുതാനോ കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ പോലും എഴുതിയിട്ട് ജസ്റ്റ് ജനറേറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പ്രോംപ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വരും. ആ പ്രോംപ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. കാരണം ഇവിടെ പ്രോംപ്റ്റ് വന്നു, ആ പ്രോംപ്റ്റ് ഇവിടെ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ ജെമിനി പോകുന്നു. ജെമിനി പോയിട്ട് നമ്മളിവിടെ പോയിട്ട് ഇമേജ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ കൊടുത്ത അതേ ടോയ്ലറ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പ്രോംപ്റ്റ് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. കണ്ടോ, എനിക്ക് വേണ്ട ഷവർ, ഒരു വെന്റിലേഷന്, നമ്മുടെ ടോയ്ലറ്റിൻ്റെ സീറ്റ്, അതുപോലെ തന്നെ ഒരു വാഷ് ബേസിന് ഡോറ്. ഇതായിരുന്നു ഞാൻ കൊടുത്ത ഇമേജ്. എനിക്ക് കിട്ടിയ ഇമേജ് കണ്ടോ ഈ രീതിയിലേക്ക് വന്നു. അപ്പോൾ ഈ രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.